നമസ്കാരം. ഒരു രണ്ടാം ഭാഗം ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു പുസ്തകമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചു തീർന്നപ്പോൾ കുറേ ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം ഉണ്ടാകുമോ എന്നറിയാതെ മനസ്സിൽ ഒരു വിങ്ങലായി ആ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷമുള്ള അതിഥിയുടെ വിശേഷങ്ങളുമായി ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എത്തുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബാക്കി വെച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. കഴിഞ്ഞ കാലത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ബാംഗ്ലൂരിൽ ഉപേക്ഷിച്ച് കൊൽക്കത്തയിലെത്തിയ അതിഥി നമ്മൾ അന്ന് കണ്ട നിഷ്കളങ്കയായ ചെറിയ കാര്യങ്ങളിൽ പോലും പകച്ചുനിന്ന അതിഥിയെയല്ല. ഇന്ന് അതിഥി ബോൾഡായ, ഇൻഡിപെൻഡൻ്റായ, വളരെ ക്ലിയർ മൈൻഡുള്ള, എല്ലാത്തിനും സ്വന്തം തീരുമാനമെടുക്കാൻ കഴിയുന്ന സക്സസ്ഫുൾ ലേഡിയായി മാറിയിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് വ്യക്തമായ ബൗണ്ടറി സൂക്ഷിക്കാൻ അറിയാവുന്ന അതിഥിയെയാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ഭാഗത്തോട് നീതി പുലർത്തുന്ന ഈ രണ്ടാം ഭാഗത്തിൽ 4 ചാപ്റ്റേഴ്സായാണ് കഥ പുരോഗമിക്കുന്നത്. മറക്കാൻ ആഗ്രഹിച്ച ഇന്നലെകളുടെ ഓർമ്മപ്പെടുത്തലുമായി എത്തുന്ന മഹാദേവിൻ്റെ കത്തുകൾ. ആ കത്തുകളുടെ മറവിൽ നിന്നും ശരൺ ബാക്കിവെച്ച ഉത്തരങ്ങളുമായി അവളെ തേടിയെത്തുന്ന ആ ഒരാൾ. ശരണിൻ്റെ പഴയകാല ജീവിതം. സ്വന്തം ചെറുത്തുനിൽപ്പിലൂടെ ജീവിതത്തെ പൊഴുതി തോൽപ്പിക്കുന്ന മിഴി എന്ന പുതിയ കഥാപാത്രം. എല്ലാം തന്നെ വായനക്കാർക്ക് ഈ നോവലുമായി ഒരു വൈകാരിക ബന്ധം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും പറയാൻ ഓരോ കഥയുണ്ട്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ അതിഥിയെപ്പോലെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മറ്റു പല കഥാപാത്രങ്ങളെയും നമുക്ക് ലഭിക്കും. പ്രണയം, നഷ്ടം, ആത്മവിശ്വാസം, സ്വയം തിരിച്ചറിവ് എന്നിവയെ ഹൃദയസ്പർശിയായ രീതിയിൽ ഈ കൃതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നല്ലൊരു വായനാ അനുഭവം നമുക്ക് സമ്മാനിക്കും. ജീവിതത്തെ പ്രത്യാശയോടെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്.